രാഹുൽ ഈ പ്രോഗ്രാം കണ്ടായിരുന്നോ? ഇത് ഞാൻ കണ്ടിരുന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസം 24 ചാനലിൽ അവർ നടത്തിയ മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളത് വിഷ്വൽസ് ആണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, തെരഞ്ഞെടുപ്പാണ്, സ്ഥാനാർത്ഥികളുമായിട്ടുള്ള അവരുടെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് 24 വരുന്നു. അതിൽ ഗണേഷ് കുമാർ ഒരു ബുള്ളറ്റിൽ ഇങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റിട്ട് നാട്ടിലെ ഒരേ കാര്യങ്ങൾ, മണ്ഡലത്തിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു പോകുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഈ പരിപാടിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് നമുക്കതിൽ കാണുമ്പോൾ ഒന്നും തോന്നില്ല. അദ്ദേഹം ബൈക്കിൽ പോകുന്നു, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ബൈക്കിന്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ, അതായത് ബൈക്കിന് നമ്പർ വരുന്നത് KL 21K 8952 ആണ്. ആ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ആ വണ്ടി എറണാകുളം RTO ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്, അല്ലെങ്കിൽ ലോക്ക് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആശാന് അടുപ്പിലും ആകാം എന്ന് പറയുന്നത് പോലെയാണ് ഗണേഷ് കുമാർ ആ വണ്ടിയിൽ പോകുന്നത്. അദ്ദേഹം ആരാണ്? അദ്ദേഹം കേരളത്തിന്റെ ഗതാഗത മന്ത്രിയാണ്. ഗതാഗത മന്ത്രി പോകുന്ന ബൈക്ക് അദ്ദേഹത്തിന്റെ ചിലപ്പോൾ പാർട്ടിക്കാരോ അദ്ദേഹത്തിന്റെ ആരെങ്കിലും ആയിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരാളുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ വണ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വണ്ടി ഓണർക്കാണ്. അതുകൂടാതെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കുമുണ്ട്. അത്തരത്തിൽ കേസ് വരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഗതാഗത മന്ത്രി, മറ്റാരുമല്ല, ഗതാഗത മന്ത്രി ആ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് വിഷയം വരുന്നത്. ഗതാഗത മന്ത്രി എടുത്തുകൊണ്ട് പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാഫിക് നിയമങ്ങൾ ഒരുപാട് തെറ്റിക്കുന്ന വണ്ടികളെയാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ സ്വാഭാവികമായിട്ടും 1 2 പെറ്റിയോ ചെല്ലാനോ ഒന്നും വരുന്നവർക്കല്ല. ഇത് ചെയ്ത് തഴക്കവും പഴക്കവും വന്നു കഴിയുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയും, മതി മോനെ, നിന്റെ സേവനം മതി, നിന്റെ വണ്ടി കൂട്ടിക്കയറ്റിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് പറയുന്നതാണ് ബ്ലാക്ക് ലിസ്റ്റ്. ഇല്ലെങ്കിൽ നീ ചെയ്തതിനെല്ലാം പണം അടച്ചോ, നീ ചെയ്ത തെറ്റുകുറ്റത്തിനെല്ലാം പിഴ അടച്ചോളാം, അല്ലെങ്കിൽ പണം അടച്ചോളാം പറയുന്നതാണ്. അങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട്. അതായത് ഇത് കൃത്യമായിട്ട് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ വന്നിട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടി കാണാം. ഈ റെഡിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ലോക്ക്ഡ് ബൈ എറണാകുളം RTO എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അവസാനമുണ്ട് ഫോർ ബ്ലാക്ക് ലിസ്റ്റ് റിലീസിങ് കോണ്ടാക്ട് ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഈ വണ്ടി റിലീസ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇതിൽ തന്നെ കിടപ്പുണ്ട്. അതായത് ഗതാഗത മന്ത്രി എടുത്തുകൊണ്ട് പോകുന്ന വണ്ടി ഇവിടെ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു വണ്ടിയാണ്. എനിക്കൊന്ന് ഗണേഷ് കുമാറിന്റെ സമയം തീരെ ശരിയല്ലെന്ന് തോന്നുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഗതാഗത മന്ത്രിയാണ്. ഗതാഗത മന്ത്രിയായിട്ട് KSRTC എന്തോ വികസിപ്പിച്ചു എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. KSRTCയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു PSC നിയമനം പോലും നടന്നിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കൂ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്നത്തെ വാർത്തയിൽ പ്രധാനപ്പെട്ട വാർത്തകൾ വന്നൊരു കണക്കാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ KSRTCയിൽ ഒരു നിയമനം പോലും നടന്നിട്ടില്ല. 2 സർക്കാരിന്റെ കാലത്തും 10 കൊല്ലമായിട്ടൊരു നിയമനം പോലും നടന്നില്ല. അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷങ്ങൾ ഇവിടെ KSRTCയിൽ നടന്നിട്ടുള്ള നിയമനം എന്ന് പറയുന്നത് 14,000-ന് മുകളിലാണ് നിയമനം നടന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് ഈ 10 വർഷങ്ങളിൽ ഒരു നിയമനം പോലും നടത്താത്തത്. ഗതാഗത മന്ത്രി എന്തൊക്കെയോ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ. പിൻവാതിൽ നിയമനം നടന്നതാണോ അല്ലേ? പിൻവാതിൽ നിയമനങ്ങൾ ഒരുപാടുണ്ട്. സ്വന്തം പാർട്ടിക്കാർക്ക് നമുക്കറിയാം KSRTCയിൽ അപകടങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ ദിവസവും അപകടം പറ്റുന്ന ഒരു വാർത്തയെങ്കിലും ഒരു കോളം വാർത്ത ഉണ്ടാവും. എന്തുകൊണ്ടാണ്? സ്വന്തം ഇഷ്ടക്കാർക്ക്, സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് KSRTC. ജോലിയില്ല. ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുത്തിക്കയറ്റുകയാണ്. അങ്ങനെയുള്ള ഡ്രൈവർമാരെ കയറ്റുമ്പോൾ അവരെന്താണ്, സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പരിജ്ഞാനമോ അതിന്റെ കുറവായിരിക്കും. നേരെ ഓടിക്കുന്നു, കയറ്റുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്ത് ആക്സിഡന്റ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. KSRTC ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ പണി അറിയാത്തമാരെ കയറ്റി വെക്കുന്നതുകൊണ്ടാണ് പണിച്ചെലവ് കൂടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും KSRTCയിൽ പണി ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്ന വണ്ടിയിൽ നിന്ന് ടയർ ഊരിപ്പോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗതാഗത മന്ത്രി ഓടിച്ചിട്ടുള്ള ഈ വാഹനം KL 21K 8952 എന്ന് പറയുന്ന വാഹനം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താണ്. മന്ത്രിക്ക് അറിയില്ലേ? മന്ത്രി വാഹനം ഓടിക്കാൻ നേരത്ത് മന്ത്രിക്ക് അറിയില്ലായിരുന്നു ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത വാഹനമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ ഗതാഗത മന്ത്രിയാണ്. വേറെ ആരെങ്കിലും ഓടിച്ചെങ്കിൽ നമുക്കത് നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആശാൻ അടുപ്പിലും ആകാമെന്ന് പറയുന്ന പോലെ ഗതാഗത മന്ത്രിക്ക് എന്തും ആവാം.
ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഇതേപോലെ ഒരു ബസ്സുകാരൻ KSRTC ഡ്രൈവറാണ്, അദ്ദേഹം വാഹനം ഓടിച്ചു പോവുകയാണ്. ഈ ചൂടുകാലമാണ്, ചൂടുകാലത്ത് ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ട് ആ കുടിച്ചതിന്റെ കുപ്പി എടുത്ത ഗ്ലാസിന്റെ ഫ്രണ്ടിലോട്ടൊന്ന് വെച്ചു. ആ വെച്ചതിന്റെ പേരിലാണ് അയാളെ അങ്ങ് സസ്പെൻഡ് ചെയ്യാൻ നോക്കി ട്രാൻസ്ഫർ ചെയ്തു. സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്താണ്, കോടതി പറഞ്ഞു പറ്റത്തില്ലെന്ന്. അതിന്റെ ദേഷ്യം എന്നോണം അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തു. ഗതാഗത മന്ത്രിക്ക് എന്തു ആവാലോ. ഇതേ ഗതാഗത മന്ത്രിക്കെതിരെ നേരത്തെ കേസുകൾ ഉണ്ടായിരുന്നു. ഒരു വാഹനം അതായത് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഗതാഗത മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കയറി ഒരു കുടുംബത്തെ മുഴുവൻ ആക്രമിച്ചതിന്റെ കേസുകൾ ഇതിനു മുമ്പിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലങ്ങളായിട്ടേ ഉള്ളൂ. ഇതേപോലെ തന്നെ എത്ര വിഷയങ്ങളാണ്. അല്ല, അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ യദു എന്ന് പറയുന്ന ആ ഡ്രൈവറെ ഈ മേയർ കയറി ഇത്രയും കാണിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ആ ഡ്രൈവറോടൊപ്പം ഇദ്ദേഹം നിന്നില്ലല്ലോ. യദു ഒക്കെ ഇപ്പോഴും പുറത്താണെന്നേ. കഷ്ടമാണ് അതൊക്കെ. അത് നമ്മൾ വിചാരിച്ചിട്ട് ചെയ്യുന്നു, ഒരു സൈഡെങ്കിലും നിൽക്കുന്നു വിചാരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. KSRTC ഡ്രൈവിംഗില് അല്ലെങ്കിൽ KSRTCയെ പറ്റി ഇത്രയും പറയുന്ന ആൾ, ഇവിടെ നമുക്കറിയാം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. മേയർ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ. മേയർ ആണെന്ന് അയാൾ അറിഞ്ഞില്ല, അയാൾ ചോദ്യം ചെയ്തു. ചെറുപ്പക്കാരനെ അറിയാതെ പോയി. അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മേയർ എന്റെ ബന്ധുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, KSRTCയിൽ അയാളുടെ ജോലി പോയി. താൽക്കാലിക ഡ്രൈവറായിരുന്നു. ഇപ്പോഴും കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ എല്ലാവരും ഇന്നത്തെ കാലത്ത് KSRTCയിൽ താൽക്കാലിക ഡ്രൈവർമാരല്ലാത്ത എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും. അതിൽ PSC വഴിയുള്ളവർക്ക് 10 കൊല്ലമായിട്ട് PSCയിൽ ഒരു നിയമനം പോലും നടത്തിയിട്ടില്ലെങ്കിൽ എത്ര പേരായിരിക്കും? ആ കാണുന്നവരെല്ലാം താൽക്കാലികമാണ്. എംപാനൽ ഡ്രൈവേഴ്സ് ആണ്. എംപാനൽ ഡ്രൈവേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഡ്രൈവേഴ്സ്. അല്ലെ, പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത കാര്യം. ഞാനൊരു ട്രാൻസ്പോർട്ട് ജീവനക്കാരന്റെ മകനാണ്. എന്റെ ഫാദർ നീണ്ട 30 വർഷം കണ്ടക്ടറായിട്ട് ജോലി ചെയ്തതാണ്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, പട്ടാളത്തിൽ ഇരുന്നുള്ള ഡ്രൈവർമാരെയാണ് ഡ്രൈവേഴ്സ് ആയിട്ട് എടുക്കുന്നത്. മെറിറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ PSC നിയമനം നടന്നില്ല എന്ന് പറയുമ്പോൾ മെറിറ്റ് അല്ല. ഇതൊന്നും ഒരു വിഷയമല്ല. ഇദ്ദേഹത്തിന്റെ ഈ തള്ളാണ്. ഞാൻ എന്തോ മറിച്ചൊരാളാണ്, ഞാൻ ചെയ്യുന്നതാണ് എല്ലാം. അദ്ദേഹത്തിന്റെ പിതാവും ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അല്ല, ശരി, ജീവനക്കാരെയൊക്കെ ദ്രോഹിച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു KSRTC ഡ്രൈവർ ഒരു കുപ്പി വെള്ളം ഫ്രണ്ടിൽ വെച്ചെന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ കാണിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ ഗതാഗത മന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാണ്? ഗതാഗത മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം ഓപ്പൺ ജീപ്പിലൊന്നും സഞ്ചരിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ വരുന്നവരാരും, ഇപ്പോൾ പ്രകടനത്തിന് വരുന്ന ആളുകൾ ആരും ബൈക്കിൽ എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ട് കൃത്യമായിട്ട് വാഹനം ഓടിച്ചു പോകുന്നവരാണല്ലോ ഗതാഗത മന്ത്രിയുടെ കൂടെ ഉള്ളത്. നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് ഗതാഗത മന്ത്രി ആണെങ്കിൽ പോലും ഓപ്പൺ ജീപ്പിലൊന്നും കയറാതെ കൃത്യമായി സീറ്റ് ബെൽറ്റ് ഒക്കെ പിടിച്ചിട്ട് വാഹനത്തിലാണല്ലോ അദ്ദേഹം പ്രചരണത്തിന് പോകുന്നത്. ഉളുപ്പുണ്ടോ? ഗതാഗത മന്ത്രിയാണ് അദ്ദേഹം ചെയ്യുന്നതില്. ഗതാഗത മന്ത്രി എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആരും ഒന്നും മിണ്ടാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം തന്നെ ആ പരിപാടിയുടെ ഇടയിൽ പറയുന്നുണ്ട്, ഇവിടെ ഞാൻ ഒരു റോഡ് ഉണ്ടാക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ ആദ്യം ആ റോഡിലേക്ക് എന്നിട്ട് ആ റോഡിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചു വരുത്തും, ആ നാട്ടിലെ മുഴുവൻ നാട്ടുകാരെയും വിളിച്ചു വരുത്തും. നാട്ടുകാരോടും ജനപ്രതിനിധികളോടും ഞാൻ ചോദിക്കും, എന്ത് വേണം, റോഡിൽ ടാർ ഇടണോ വേണ്ടയോ? അപ്പോൾ ജനപ്രതിനിധികൾ വരും, സാറ് ടാർ ഇട്ടോ. അപ്പം സാറ് ടാറിടും. സാർ ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ടാറിടത്തില്ല, അവിടെ കോൺക്രീറ്റ് ചെയ്യും, എന്നിട്ട് ടാറിടും. ഇതാണ് പിന്നെ പണി തുടങ്ങി കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സുമായിട്ട് ചർച്ച നടത്തും. അതെ, അനുദിനം ഞാൻ ഇവിടെ വന്നു പോകും. അതെ പ്രോഗ്രാമിൽ പറയുന്ന ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് പ്രോഗ്രാം. അല്ല, സത്യം. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പത്തനാപുരത്ത് ഉണ്ടെങ്കിൽ ഒരു 10 ഓൺലൈൻ ചാനലുകൾ കാണും. അന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ചീത്ത വിളിയിട്ടും. അദ്ദേഹം പത്തനാപുരത്ത് വന്നിട്ടുണ്ടോ? ഇത്തരത്തിലൊരു പരിപാടി അദ്ദേഹം അതായത് റോഡ് ഉണ്ടാക്കാൻ നേരത്തെ അദ്ദേഹം വന്നിട്ടുണ്ടോ? അദ്ദേഹം ചീത്ത വിളിക്കും. അവിടെ ഇരിക്കുന്ന എഞ്ചിനീയർമാരാണെങ്കിൽ, ആരുടെ എഞ്ചിനീയർ ഇവിടെ വാ, ഇങ്ങനെ വന്നോ റോഡ് ടാർ ചെയ്യുന്നത് കാണാൻ വേണ്ടി. അതെ, അത് മാത്രമല്ല, ഈയിടയ്ക്ക് കവടിയാർ നടന്നൊരു സംഭവം പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് കവടിയാർ അവരുടെ ഒരു പരിപാടി വെച്ചിരുന്നല്ലോ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ. കാണികൾ ഇല്ല, ഉദ്യോഗസ്ഥരെയൊക്കെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. അവരാരും വന്നില്ല, പ്രോഗ്രാം നടന്നില്ല. ജീവനക്കാരുടെ അടുത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അല്ല, ഈ ഗതാഗത മന്ത്രിക്ക് ഉളുപ്പില്ല എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. സ്വന്തം മണ്ഡലത്തിലെ KSRTC ബസ് സ്റ്റാൻഡ് ഒന്ന് കാണണം. എന്നിട്ട് കൊട്ടാരക്കര ഡിപ്പോയില് ബാലഗോപാൽ ടെർമിനൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഗതാഗത മന്ത്രിയാണല്ലോ, വിളിച്ചെല്ലാ പറ്റത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ്, ഇവിടെ ചില കോൺഗ്രസിന്റെ നേതാക്കന്മാരൊന്നും പങ്കെടുത്തില്ല, അതുകൊണ്ട് ഇത് ഞാൻ പ്ലാസ്റ്റിക്കിലാണ്, നിങ്ങളെല്ലാം ഞാൻ പറ്റിച്ചു. ഈ കാണുന്ന ഫലകം എന്ന് പറയുന്നത് ഞാൻ പ്ലാസ്റ്റിക്കിലാണ്. നാളെ ഞാൻ ഈ പ്ലാസ്റ്റിക് വലിച്ചു കീറിയിട്ട് ഒറിജിനൽ ഫലകം ഒട്ടിക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയും പേര് എഴുതത്തില്ല.
ഒരു ഗതാഗത മന്ത്രി പറയുന്നത് ഒരു ഉളുപ്പുണ്ടോ? ആദ്യമേ സ്വന്തം മണ്ഡലത്തിലെ KSRTC ബസ് സ്റ്റാൻഡ് ഒന്ന് നന്നാക്ക്, അല്ലെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡ് ശരിയാക്ക്. ബസ് സ്റ്റാൻഡിന് സ്ഥലമില്ലെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നല്ലൊരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുക, എന്നിട്ട് പറ. അല്ലാതെ ആരാൻ ചെയ്തു വെച്ചതിന്റെ പ്രതിഫലം ഉണ്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കൊട്ടാരക്കരയിൽ ബാലഗോപാലാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വേളയിൽ നമ്മൾ കണ്ടതാണ്. ഐഷ പോറ്റിയെ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ വിഷയങ്ങളായി. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ കൊട്ടാരക്കര ഡിപ്പോ വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയുമായിട്ട് അദ്ദേഹം വന്നു, പ്രോഗ്രാം നടത്തുന്നു, ശിലാഫലകം കൊണ്ടുവരുന്നു. ശിലാഫലകത്തിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ ഇതുണ്ട്, പേരുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഒക്കെ പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരാരുമില്ല. ഗതാഗത മന്ത്രി പറയാ, നിങ്ങളെല്ലാം ഞാൻ പറ്റിച്ചിരിക്കുകയാണ്, ഈ ശിലാഫലകം ഡ്യൂപ്ലിക്കേറ്റാ, ഇതിൽ ഞാൻ പ്ലാസ്റ്റിക് കൊട്ടി വെച്ച് വെച്ചുക, നാളെ ഇതെല്ലാം കീർക്കളെ, എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ പേര് മാത്രം ഞാൻ എഴുതി വെക്കും. ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ പറയുന്ന ഒരു ഗതാഗത മന്ത്രി. ഏതായാലും രാവിലെ നമ്മൾ ഇത് പറയുമ്പോൾ ഈ പ്രോഗ്രാം അല്ല, നമ്മൾ മറ്റേ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റോഡിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട് പോവാം. അദ്ദേഹം ഇതേപോലെ ഒരു 100 ക്യാമറാമാന്മാരാണ്, അതായത് അവിടുത്തെ ഓൺലൈൻ ചാനലുകാരാണ്, എല്ലാവരും ഫോൺ നോക്കി ഇങ്ങനെ നിൽക്കും മന്ത്രിയുടെ ചുറ്റിനും. നമ്മൾ മറ്റേ ആശുപത്രിയുടെ കണ്ടതാണ്. കുറച്ച് നേരെ പോയുള്ളൂ, 5 മിനിറ്റ് ലൈവ് പോയുള്ളൂ, അപ്പോഴത്തേക്കും പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മൾ കണ്ടതാണ് ഇവിടെ ടീ പോലെ ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട്, മൈക്കുകളും ക്യാമറയും എല്ലാം കൂടെ. അതേകൊണ്ടാണ് അവിടെ ഇങ്ങനെ നിറച്ചു വന്നിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഇങ്ങനെയാണോ റോഡ് ടാർ ചെയ്യുന്നത്, നിന്നെ ആരാ റോഡ് ടാർ ചെയ്യാൻ പഠിപ്പിച്ചത്, ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ വൈകുന്നേരം ഇവരെല്ലാം അപ്പിനാണ്. അതായത് സ്വന്തക്കാരാണ്, തോളി കൈയിട്ട് നമ്മുടെ സ്വന്തം ഉദ്യോഗസ്ഥരല്ലേ. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതായത് അദ്ദേഹം ആരെങ്കിലും കരുവാക്കും, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ടൊരു ധാരണയിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകുന്ന ആളുകളാണ്. അപ്പോ എന്റെ മണ്ഡലത്തിൽ അവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു. 15 വർഷമായിട്ട് റോഡ് ടാർ ചെയ്യാതെ ഈ ഇലക്ഷൻ തീരുന്നതിന് മുമ്പിട്ടാണ് റോഡ് ടാർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിക്കൂ, ആ 15 വർഷം, 25 വർഷം, ഞാൻ ജനിച്ച കാലത്തൊട്ട് ഞാൻ ആ റോഡാണ് കാണുന്നത്. എനിക്കൊന്ന് 15 വർഷം മുമ്പിട്ടാണ് റോഡ് മെയിൻറ്റെയിൻ ചെയ്തത്. രാഹുലിന്റെ നാട്ടിൽ പോകുന്ന എന്റെ നാട്ടിലുള്ള റോഡാണ്. 15 കൊല്ലം മുമ്പിട്ടാണ് റോഡ് മെയിൻറ്റെയിൻ ചെയ്തത്. അതെ, ഈ മണ്ഡലത്തിൽ തന്നെ MLAയുടെ റോഡാണ്. കുണ്ടും കുഴിയുമായിട്ട് ഒരു വണ്ടി പോലും പോകാത്ത സ്ഥലം. അവിടെ ഡെയിലി അപകടങ്ങളാ. ബൈക്ക് വരിക, മറിഞ്ഞു വീഴുക, നാട്ടുകാരെല്ലാം കൂടെ കൊണ്ടുവന്ന് മണ്ണിടുക, പഞ്ചായത്ത് കൊണ്ടുവന്ന് മണ്ണിടുക, റെഡിയാക്കുക, അതൊന്ന് പാകമാക്കി വെക്കുമ്പോഴത്തേക്കും വീണ്ടും മഴ വരുമ്പോഴത്തേക്കും ഒലിച്ചു റോഡ്. 15 കൊല്ലം എടുത്ത് എല്ലാ കൊല്ലവും അവിടുത്തെ കോൺഗ്രസ്സുകാർ സമരം ചെയ്യും. രണ്ട് കൊല്ലം കൂടുമ്പോൾ സമരം ചെയ്യും. എന്റെയൊക്കെ ഫോണിൽ ഇപ്പോഴും അതിന്റെ മറ്റേ നോട്ടിഫിക്കേഷൻ വരും, 2-3 കൊല്ലം മുമ്പിട്ട് സമരം ചെയ്തതിന്റെ. എല്ലാ കൊല്ലവും സമരം ചെയ്യലാണ്. സമരം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഞാൻ തന്നെ ആ റോഡിന് തന്നെ 7 തവണ ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആ റോഡ് 7 തവണ ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യമേ കലുങ്ക് ഉദ്ഘാടനം, കലുങ്ക് കഴിഞ്ഞിട്ട് അടുത്ത ഉദ്ഘാടനം, ഒരു 2-3 മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ്, വീണ്ടും അടുത്ത ഉദ്ഘാടനം, പിന്നെ റോഡ് ഉദ്ഘാടനം. ഇങ്ങനെ 6-7 ഉദ്ഘാടനങ്ങൾ തന്നെ അവിടെ നടന്ന്. അപ്പോൾ അവിടെ എല്ലാം വരും. ഇപ്പോൾ നമുക്കറിയാം ജർമ്മൻ ടെക്നോളജി ആ സമയത്ത് തന്നെ ഗണേഷ് കുമാർ അവിടെ വന്നിട്ട് ഇതാണ് ജർമ്മൻ ടെക്നോളജി, ഇത് ജർമ്മനിൽ നിന്നും വന്ന ടെക്നോളജിയാണ്, വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ പഴയ കൂട്ട് കുഴയ്ക്കോ കൂട്ടിയോ ഒന്നും വേണ്ട, അവിടെ തന്നെ വണ്ടി എല്ലാം ചെയ്തോളും, വണ്ടി തന്നെ റോഡ് ടാർ ചെയ്ത് പൊക്കോളും. ഇപ്പോഴും ഉണ്ട്, ചെന്നാ മതി. നല്ല നമ്മളെങ്ങനെ റോഡിൽ കുളം കുഴിക്കണോ അതോ കുളത്തിൽ റോഡ് ഉണ്ടാക്കണോ എന്ന് പറഞ്ഞൊരു ചോദ്യമില്ലേ. വാഴയല്ല, കുളത്തിൽ എങ്ങനെ വാഴ നട്ട് കഴിഞ്ഞാൽ വാഴ കളിക്കുവോ? നമ്മള് സന്ദേശ സിനിമയിൽ പറയത്തില്ലേ, റോഡിലൂടെ കുളം കുഴിക്കണോ അതോ കുളത്തിലൂടെ റോഡ് ഉണ്ടാക്കണോ എന്ന് പറയുന്നത് പോലെയാണ് ജർമ്മൻ ടെക്നോളജി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോഴും പോയി നോക്കിയാൽ മതി ജർമ്മൻ ടെക്നോളജി എവിടെയാണ്. ബൈക്കും കൊണ്ട് അതുവഴിക്കൊന്നും പോകാൻ പറയേണ്ടതായിരുന്നു. ബൈക്കും ഞാൻ പറയാം, പത്തനാപുരത്തിന്റെ ഇടറോഡുകളിലൂടെ പോയി കഴിഞ്ഞാൽ ഇടറോഡുകൾ ഇപ്പോഴും ഒരു പണിയും ചെയ്തിട്ടില്ല, കുണ്ടും കുഴിയും തന്നെയാണ് അവിടെ ഇപ്പോഴും. ഇപ്പോ ഗണേഷ് കുമാർ പറയും ഇത് ഞാൻ ചെയ്ത റോഡാണ് എന്ന് അദ്ദേഹം പറയുമല്ലോ. ഇത് മെയിൻ റോഡുകൾ കഴിഞ്ഞിട്ട് അവിടുത്തെ ഇടറോഡുകളുണ്ട്. ആ ഇടറോഡുകളുടെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാല് ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകാൻ കഴിയില്ല, അത്രയ്ക്ക് അവസ്ഥയാണ്. എന്താണെങ്കിലും നമ്മൾ ആ ബൈക്കിന്റെ കാര്യത്തിൽ തുടങ്ങി, അവിടേക്ക് നമുക്ക് തിരിച്ചു പോകാം. അല്ലെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അതെ, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ആ വണ്ടിയും കൊണ്ട് ഗതാഗത മന്ത്രി പോകുന്നതിന് ഗതാഗത മന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, ആ ഷാന് അടുപ്പിലും ആവാം.